ഏഷ്യ കപ്പ് സൂപ്പർ ഫോറിലെ അവസാന മത്സരമായ ഇന്ത്യ-ശ്രീലങ്ക മത്സരം ആവേശകരവും നാടകീയവുമായ രീതിയിലാണ് അവസാനിച്ചത്. ഇന്ത്യ ഉയർത്തിയ 202 എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്കയ്ക്ക് അവസാന ബോളിൽ വെറും 3 റൺസ് മാത്രമായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ അവസാന ബോൾ നേരിട്ട ദസൻ ശനകയ്ക്ക് ആ ബോളിൽ 2 റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. എന്നാൽ 3 റൺസ് ഓടിയെടുക്കാമായിരുന്നിട്ടും തോൽവി ഒഴിവാക്കുക എന്ന ലക്ഷ്യം മാത്രം ഉണ്ടായിരുന്ന ശനക 3 റണ്ണിന് ഓടാൻ ശ്രമിക്കാതെ ക്രീസിലേക്ക് വീഴുകയായിരുന്നു. അതോടുകൂടി മത്സരം സൂപ്പർ ഓവറിലേക്ക് കടന്നു. സൂപ്പർ ഓവറിൽ കുശാൽ പെരേരയും ശനകയുമാണ് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. അർഷദ് എറിഞ്ഞ ആദ്യ ബോളിൽ തന്നെ കുശാൽ പുറത്തായി. പിന്നീട് വന്ന കമിൻസ് ഒരു സിംഗിൾ എടുത്ത് ശനകയ്ക്ക് സ്ട്രൈക്ക് കൈമാറി. എന്നാൽ ഒരു വൈഡ് ബോളിലൂടെ ലഭിച്ച 1 റൺ മാത്രമാണ് ശ്രീലങ്കൻ സ്കോർ ബോർഡിലേക്ക് പിന്നീട് കൂട്ടിച്ചേർത്തത്. 3-ാമത്തെ പന്തിലാണ് നാടകീയമായ ആ രംഗങ്ങൾ ഉണ്ടായത്. റൺസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടിയ ശനക ബോൾ ബാറ്റിൽ കൊണ്ടില്ലെങ്കിലും സിംഗിളിനായി ഓടാൻ ശ്രമിച്ചു. ബോൾ കയ്യിൽ ലഭിച്ച വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ റണ്ണിനായി ഓടിയ ശനകയെ റണ്ണൌട്ട് ആക്കാനായി സ്റ്റംപിന് ബോൾ എറിഞ്ഞു കൊള്ളിച്ചു. അത് റണ്ണൌട്ടായതായി ലെഗ് അമ്പയർ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ അതേസമയം അർഷദ് ക്യാച്ചിനായി അമ്പയറോട് അപ്പീൽ ചെയ്തു. മെയിൻ അമ്പയർ ക്യാച്ച് ഔട്ട് അനുവദിച്ചു. അതോടുകൂടി റണ്ണൌട്ട് എന്ന് കരുതി പവലിയനിലേക്ക് മടങ്ങിയ ശനക ബോൾ ബാറ്റിൽ ടച്ച് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുള്ളതിനാൽ റിവ്യൂ ആവശ്യപ്പെട്ടു. റിവ്യൂ പരിശോധിച്ച് തേർഡ് അമ്പയർ ബോൾ ബാറ്റിൽ സ്പർശിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് ക്യാച്ച് ഔട്ട് അനുവദിക്കാനാവില്ലെന്നും പ്രഖ്യാപിച്ചു. കൂടാതെ ക്യാച്ച് അപ്പീൽ ചെയ്തതിനെ തുടർന്ന് മെയിൻ അമ്പയർ ഔട്ട് വിളിച്ചതിനാൽ പിന്നീടുണ്ടായ റണ്ണൌട്ട് അംഗീകരിക്കില്ലെന്നും അറിയിച്ചു. അതോടുകൂടി ശനകയ്ക്ക് വീണ്ടും ബാറ്റ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ അടുത്ത ബോളിൽ ക്യാച്ച് നൽകി ഔട്ടാവുകയായിരുന്നു. അതോടെ സൂപ്പർ ഓവറിൽ വെറും 2 റൺസ് നേടി ശ്രീലങ്ക പുറത്താവുകയായിരുന്നു. പിന്നീട് ഇന്ത്യക്കായി ബാറ്റിങ്ങിനിറങ്ങിയ സൂര്യകുമാർ യാദവ്, ശുഭ്മാൻ ഗിൽ എന്നിവർ ആദ്യ ബോളിൽ തന്നെ വിജയിക്കാൻ ആവശ്യമായ 3 റൺ സൂര്യകുമാറിൻ്റെ മികച്ച ഒരു ഷോട്ടിന് ശേഷം ഓടിയെടുത്തു. അങ്ങനെ മികച്ച ഒരു വിജയം ഇന്ത്യ നേടുകയും ചെയ്തു. എന്നാൽ വിജയിക്കാമായിരുന്ന ഒരു മത്സരം ശ്രീലങ്കയുടെ കയ്യിൽ നിന്നും ഇന്ത്യ തട്ടിയെടുക്കുകയായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ഉത്തമം.